ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. ബിടെക് KTU 2024 സ്കീമിലെ PCEET 303 എന്ന സബ്ജക്റ്റ് കോഡുള്ള DCMT എന്നുള്ള സബ്ജക്റ്റ്, അതായത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ, തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1ൽ നമ്മൾ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ DC ജനറേറ്റർ, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ DC ജനറേറ്റർ. അപ്പോൾ നമുക്കറിയാം, ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, അല്ലേ? എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മെക്കാനിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇൻപുട്ട്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു മെഷീനാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ DC ജനറേറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു DC ജനറേറ്ററിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുക, അതിൻ്റെ കൺസ്ട്രക്ഷനിൽ അത് എന്തൊക്കെ സംഭവങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ളത്? പ്രധാനമായിട്ട് ഏതൊരു മെഷീൻ്റെ പോലെ തന്നെ ജനറേറ്റർ ഹാസ് 2 പാർട്സ്, പ്രധാനമായിട്ട് 2 പാർട്സ്. ഒന്ന് സ്റ്റേറ്റർ, മറ്റൊന്ന് റോട്ടോർ. റൊട്ടേറ്റിംഗ് പാർട്ട് ഈസ് നോൺ ആസ് റോട്ടോർ. അപ്പോൾ ഉള്ളിലുള്ള സെക്ഷനാണ് റോട്ടോർ, പുറത്തുള്ള ഭാഗമാണ് സ്റ്റേറ്റർ. അപ്പോൾ ഇതിലെ ഓരോ ഭാഗങ്ങളും സ്റ്റേറ്ററിൽ എന്തൊക്കെയാണ്, റോട്ടോറിൽ എന്തൊക്കെയാണ്? അപ്പോൾ സ്റ്റേറ്റർ, റോട്ടർ, ഇതാണ് പ്രധാനമായിട്ടുള്ള ജനറേറ്ററിൻ്റെ 2 ഭാഗങ്ങൾ. അതിൽ സ്റ്റേറ്ററിൽ എന്തൊക്കെ, റോട്ടറിൽ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്കിവിടെ പരിശോധിക്കാം. നോക്കുക. അപ്പോൾ മെയിൻ പാർട്സ് അല്ലെങ്കിൽ വേരിയസ് പാർട്സ് ഓഫ് എ DC മെഷീൻ. DC മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് DC ജനറേറ്ററിൻ്റെ ആണ്. DC ജനറേറ്ററിൻ്റെയും DC മോട്ടോർ കൺസ്ട്രക്ഷനിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ DC ജനറേറ്റർ ആൻഡ് DC മോട്ടോർ. കൺസ്ട്രക്ഷനിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, വർക്കിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. കൺസ്ട്രക്ഷനിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ DC ജനറേറ്റർ ആൻഡ് DC മോട്ടോർ. അപ്പോൾ DC മോട്ടോറിൻ്റെ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാലും DC ജനറേറ്ററിൻ്റെ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പാർട്സ് എഴുതാനായിട്ട് സാധിക്കും. മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. കൺസ്ട്രക്ഷണൽ ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കണം എന്ന് പറയില്ല, ഫിഗർ വരച്ചോളണം ആദ്യം തന്നെ കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല, പക്ഷേ 3ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കണം. ഒന്നാമത്തത് യോക്ക് ഓർ മാഗ്നറ്റിക് ഫ്രെയിം. യോക്ക് ഓർ മാഗ്നറ്റിക് ഫ്രെയിം, അതിൻ്റെ എന്താണ് യോക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ്. കണ്ടോ, ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ് ആൻഡ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റിംഗ് കവർ ഫോർ ദ ഹോൾ മെഷീൻ. അപ്പം നമ്മൾ ജനറേറ്ററിന്റെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗം മനസ്സിലാവുണ്ട്, ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗമാണെന്ന് പറയുന്നത് യോക്ക്. പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ദ മെഷീൻ ആണ്. മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ്. സ്റ്റേറ്ററിലാണ് മാഗ്നറ്റിക് പോൾസ് ഉണ്ടാവുക. അപ്പോൾ ആ സ്റ്റേറ്ററിലുള്ള പോളുകൾക്കുള്ള ഒരു സപ്പോർട്ട്. പിന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റിംഗ് കവർ ഫോർ ദ മെഷീൻ ആൻഡ് ഇറ്റ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. ഈ 3 കാര്യങ്ങളാണ് യോക്ക് ചെയ്യണത്. അപ്പോൾ യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ദ മെഷീൻ ആണ്. സ്റ്റേറ്ററിലുള്ള മാഗ്നറ്റിക് പോൾസിന് സപ്പോർട്ട് കൊടുക്കുന്ന സംവിധാനമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ്. ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റിംഗ് കവർ ഫോർ ദ മെഷീൻ. മൂന്നാമതായിട്ട് ഇറ്റ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു ജനറേറ്ററിന് 2 പാർട്സ് ആണ്, സ്റ്റേറ്റർ, റോട്ടോർ. ആ സ്റ്റേറ്ററിലുള്ള മാഗ്നറ്റിക് പോൾസ്, അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ, ആ സ്റ്റേറ്ററിലെ മാഗ്നറ്റിക് പോൾസിൻ്റെ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട്, ആ സ്റ്റേറ്ററിലെ മാഗ്നറ്റിക് പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ പാത്ത് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറ്റ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. യോക്ക് അല്ലെങ്കിൽ ആ കവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം, ഇറ്റ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. അപ്പോൾ ഈ 3 പോയിന്റ് പറയാം. രണ്ടാമതായിട്ട് ഫീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ, പക്കാ അപ്പോൾ സ്റ്റേറ്ററിന്റെ ഔട്ടർ കവറാണ് യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ കാണുന്ന ഭാഗമാണ് സ്റ്റേറ്റർ, അത് കറങ്ങാത്ത ഭാഗമാണ് സ്റ്റേഷനറി പാർട്ടാണ്. ഈ സ്റ്റേറ്ററിലാണ് ഫീൽഡ് സിസ്റ്റം ഉള്ളത്, ഫീൽഡ് സിസ്റ്റം. അപ്പോൾ ഈ ഫീൽഡ് സിസ്റ്റത്തിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പോൾ കോർ, മറ്റൊന്ന് പോൾ ഷൂ, വേറൊന്ന് ഫീൽഡ് വൈൻഡിങ്. ഫിഗർ നോക്കി പറയുകയാണെങ്കിൽ ഈ ഭാഗമാണ് സ്റ്റേറ്റർ, ഇത് ഔട്ടർ കവർ യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം. ഈ ഭാഗമാണ് സ്റ്റേറ്റർ ഉള്ള ഇതാണ് ഫീൽഡ് സിസ്റ്റം. ഈ കാണിക്കുന്ന ഭാഗമാണ് ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫീൽഡ് സിസ്റ്റത്തിൽ ഇതാണ് പോൾ കോർ, ഈ വൈഡർ സെക്ഷനാണ് പോൾ ഷൂ, ഈ കാണിക്കുന്ന ഭാഗമാണ് പോൾ ഷൂ, ഈ ഇവിടെ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ സംഭവമാണ് ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ പോൾ കോർ, പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ്, ഇതാണ് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം. അപ്പോൾ 1, 2, 3, 4 നോർത്ത് സൗത്ത്. അപ്പോൾ പോൾ കോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി. ദെൻ അതിൻ്റെ വൈഡർ സെക്ഷനാണ് പോൾ ഷൂ. പിന്നെ ആ പോളിന്റെ കോറുമ ചുറ്റുന്ന വൈൻഡിങ് ആണ് ഫീൽഡ് വൈൻഡിങ്. ഇത് 3 കൂടി ചേർന്നാണ് ഫീൽഡ് സിസ്റ്റം. ഇത് സ്റ്റേഷനറി പാർട്ട് ഓഫ് ദ ജനറേറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്ററിന്റെ ഔട്ടർ കവറാണ് യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം. സ്റ്റേറ്ററിലെ ഫീൽഡ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫിഗർ ആലോചിക്കുക. പോൾ കോർ, പോളിന്റെ കോറ്, പിന്നെ അതിൻ്റെ ആ വൈഡർ സെക്ഷൻ,
അടിയിലുള്ള ഭാഗം പോൾ ഷൂ, പിന്നെ ആ കോറുമ്പ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് ഫീൽഡ് വൈൻഡിങ്. ഈ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് കോപ്പർ വയർ. ഫീൽഡ് വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പർ വയർ. പോൾ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ യോക്കിന്റെ 3 പോയിന്റാണ് പറഞ്ഞത്. പ്രൊട്ടക്റ്റീവ് കവർ ഫോർ ദ മെഷീൻ, മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ്, ഇറ്റ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. ഇതിൽ പറയേണ്ടത് ഫീൽഡ് സിസ്റ്റം. സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് ഫീൽഡ് സിസ്റ്റം. ഇത് സ്റ്റേറ്റർ ആണ്, സ്റ്റേഷനറി പാർട്ട്. ഫീൽഡ് സിസ്റ്റത്തില് പോൾ കോർ, പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ്. പോൾ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. പോൾ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. അതിൻ്റെ അടിയിലുള്ള വീതി കൂടിയ ഭാഗമാണ് പോൾ ഷൂ എന്ന് പറയുന്നത്. പോൾ കോറുമ്പോൾ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് ആണ് ഫീൽഡ് വൈൻഡിങ്. ആ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ വയർ. ദെൻ മൂന്നാമതായിട്ട് ആർമേച്ചർ, അതായത് റോട്ടോർ. അപ്പോൾ രണ്ടാമത്തേത് സ്റ്റേറ്റർ ആണെങ്കിൽ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ കോർ ആൻഡ് ആർമേച്ചർ വൈൻഡിങ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റൊട്ടേറ്റിംഗ് പാർട്ട് അഥവാ റോട്ടോർ. ഫിഗറിൽ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാണ് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, ഇതാണ് യോക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രെയിം, ഇതാണ് റോട്ടോർ. മനസ്സിലാവണ്ട? ഈ ഭാഗമാണ്, ഇത്രയും കാണുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് റോട്ടോർ. ഓക്കെ, ആ റോട്ടോറിൽ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ കോർ ആൻഡ് വൈൻഡിങ്. റോട്ടോറിലുള്ളത് ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും ആണ്. ഇനി ഈ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. ആർമേച്ചർ കോർ ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. എന്നിട്ട് അതിന്റെ മീതെ സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ പെരിഫറി. അതിന്റെ ഉപരിതലത്തിൽ, അതിന്റെ ഔട്ടർ സർഫസിൽ ഇങ്ങനെ സ്ലോട്ടുകൾ, ഗ്രൂവ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ആ ഗ്രൂവ്സിൽ നമ്മൾ എന്ത് വൈൻഡിങ് വെക്കും? ആർമേച്ചർ വൈൻഡിങ് വെക്കും. അപ്പോൾ റോട്ടോർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ കോർ ആൻഡ് ആർമേച്ചർ വൈൻഡിങ്. ക്ലിയർ? ആർമേച്ചർ കോർ എങ്ങനെയാ? ആർമേച്ചർ കോർ ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. പിന്നെന്താ പറയേണ്ടത്? സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ പെരിഫറി. അതിന്റെ ഔട്ടർ ആയിട്ടുള്ള സർഫസിൽ സ്ലോട്ടുകൾ അഥവാ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യും. അതിൽ നമ്മൾ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യും. ആ വൈൻഡിങ് എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ് ആണ്. സ്റ്റേറ്ററിലുള്ള വൈൻഡിങ് ഏതാ? ഫീൽഡ് വൈൻഡിങ്. റോട്ടോറിലുള്ള വൈൻഡിങ് ഏതാ? ആർമേച്ചർ വൈൻഡിങ്. ഫീൽഡ് സിസ്റ്റത്തിൽ എന്തൊക്കെയുള്ളത്? പോൾ കോർ, പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ്. റോട്ടോറിൽ എന്തൊക്കെയുള്ളത്? ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും. ഓക്കെ, ഈ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഈസ് ബിൽട്ട് അപ്പ് ഓഫ് സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ് അപ്രോക്സിമേറ്റ്ലി 0.5 mm തിക്നെസ്. പിന്നെ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓർ ആർമേച്ചർ വൈൻഡിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. Okay, there are 2 types of armature winding, wave winding and lap winding. There are 2 types of armature winding, lap winding and wave winding. അപ്പോൾ ഒന്നുകൂടി പറയാം, റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ മെഷീൻ ആണെന്ന് പറയുന്നത് ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. Slots are provided on its outer periphery. Armature winding is provided in these slots. Armature winding series made up of കോപ്പർ വയർ. അതേസമയം ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ലാമിനേഷൻസ്. ആർമേച്ചർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻ. സ്റ്റേറ്ററിൽ എങ്ങനെയാ പറഞ്ഞാൽ പോൾ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ, ഫീൽഡ് വൈൻഡിങ് കോപ്പർ. ആർമേച്ചറിൽ എന്തൊക്കെയാ പ്രധാനമായിട്ട് 2 ഭാഗങ്ങൾ? ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും. ആർമേച്ചർ വൈൻഡിങ് ഏതാ? കോപ്പർ വയർ തന്നെ. ആർമേച്ചർ കോർ ഏതാ? സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ്. പഠിച്ചോളൂ കേട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചു പോക്കോളൂ. ആർമേച്ചർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സർക്കുലർ ബിക്കോസ് ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് ആണ്. അപ്പോൾ അത് സ്റ്റീലിന്റെ ആണ്, സ്റ്റീൽ ലാമിനേഷൻ, സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ആ സ്ലോട്ടുകളിൽ നമ്മൾ എന്ത് വൈൻഡിങ്ങാ പ്രൊവൈഡ് ചെയ്യുക? ആർമേച്ചർ വൈൻഡിങ്. എന്ത് ടൈപ്പ് ആർമേച്ചർ വൈൻഡിങ് അത്? കോപ്പർ ആണ് ആർമേച്ചർ വൈൻഡിങ്. എത്ര ടൈപ്പ് ആർമേച്ചർ? അപ്പോൾ കോപ്പർ ആണ് അതിന്റെ മെറ്റീരിയൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ഒന്ന് ലാപ്പ് വൈൻഡിങ്, മറ്റൊന്ന് വേവ് വൈൻഡിങ്. അപ്പോൾ 3 പാർട്സ് നമ്മൾ പഠിച്ചു. ഈ ഫിഗർ നോക്കി പറയുകയാണെങ്കിൽ ഇതാണ് യോക്ക് അല്ലെങ്കിൽ ഔട്ടർ ഫ്രെയിം. ഈ ഭാഗമാണ്, ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് സ്റ്റേറ്റർ. ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് സ്റ്റേറ്റർ. ഓക്കെ, ഇത്രയും ഭാഗമാണ്, ഈ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് റോട്ടർ. കണ്ടോ? ആർമേച്ചർ ഈ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്, സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ്. സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സ്ലോട്ട്സ് ആർ പ്രൊവൈഡഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ പെരിഫറി. എന്നിട്ട് ആ സ്ലോട്ടുകളിലാണ് വൈൻഡിങ് വെക്കുന്നത്, ആർമേച്ചർ വൈൻഡിങ്. ഇത് സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ് ആണ്. ഈ വൈൻഡിങ് കോപ്പർ ആണ്. ഓക്കെ, അപ്പൊ യോക്ക് ഇത് പഠിച്ചു. ഇതാണ് യോക്ക്. ഫസ്റ്റ് വൺ യോക്ക്. സെക്കൻഡ് വൺ ഫീൽഡ് സിസ്റ്റം. അതിൽ ഇത് പോൾ കോർ, ഇത് പോൾ ഷൂ, ഈ കാണിച്ചിരിക്കുന്ന വരയിട്ടിരിക്കുന്ന ഭാഗം ഫീൽഡ് വൈൻഡിങ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആർമേച്ചർ, റൊട്ടേറ്റിംഗ് പാർട്ട്. അതിൽ ആർമേച്ചർ, സർക്കുലർ സ്റ്റീൽ ലാമിനേഷൻസ്, പിന്നെ അതിൽ വൈൻഡിങ് ആയിട്ട് കോപ്പർ. 2 ടൈപ്പ് വൈൻഡിങ് ഉണ്ട്, ലാപ്പും വേവും. 3 പാർട്സ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നാലാമതായിട്ട് കമ്മ്യൂട്ടേറ്റർ. പ്രധാനമായിട്ട് 7 പാർട്സ് ആണത്. 7 പാർട്സ്. എന്താണ് കമ്മ്യൂട്ടേറ്റർ? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത് EMF ആണ്, ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എനിവേ ജനറേറ്ററിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ആർമേച്ചറിലാണ്. എവിടെയാണ് ജനറേഷൻ നടക്കണേ? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആർമേച്ചർ വൈൻഡിങ്ങിൽ. ആ ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ നേച്ചർ എന്തായിരിക്കും? AC ആയിരിക്കും. ആ ACയെ DC ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ കൺവേർട്സ് ദ ജനറേറ്റഡ് EMF ഇൻ ദ ആർമേച്ചർ ഇൻ ടു യൂണിഡയറക്ഷണൽ EMF ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്സ്. അപ്പോൾ പുറത്തേക്ക് കിട്ടുമ്പോൾ അത് എന്തായിട്ട് കിട്ടണം? നമുക്ക് DC. എന്നാലല്ലേ നമുക്കതിനെ DC ജനറേറ്റർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലേ? DC ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്നത് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാത്ത പോയിന്റാണ്. DC ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത് AC ആണ്. അത് എവിടെയാണ് ജനറേറ്റ് ചെയ്യണേ? ആർമേച്ചർ വൈൻഡിങ്ങിൽ. ഇങ്ങനെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ജനറേറ്റ് ചെയ്യുന്ന AC EMFനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് കമ്മ്യൂട്ടേറ്റർ. ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ. ഇതാണ് ഇതാണ് ആർമേച്ചർ. അപ്പൊ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടാവുന്നത് AC. ആ ACയെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന സംവിധാനമാണ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഈ കുടുക്ക് പോലെയുള്ള സംഭവം ഇതാണ് ബ്രഷ്. ഓക്കെ, കണ്ടോ? 1 2 3 4 ഇത് 4 ബ്രഷ്. ഇതാണ് കമ്മ്യൂട്ടേറ്ററിന്റെ സെഗ്മെന്റ്സുകൾ കേട്ടോ. സെഗ്മെന്റ്സ്. കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സെഗ്മെന്റ്സ്. ഈ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ എൻഡ് കണക്ഷൻ ഈ കമ്മ്യൂട്ടേറ്ററിലേക്ക് വരിക. ദ എൻഡ് ഓഫ് ദി ആർമേച്ചർ വൈൻഡിങ് ഈസ് ഗിവിംഗ് ടു ദ കമ്മ്യൂട്ടേറ്റർ. Commutator consists of number of segments which are insulated from each other by thin layers of mica. ഈ സാധനമാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന മൈക്കയുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് മൈക്കയാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കോപ്പർ സെഗ്മെന്റ്സ്. അപ്പോൾ ഇത് ഓരോ സെഗ്മെന്റുകൾ. ആ സെഗ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ കോപ്പർ സെഗ്മെന്റാ. പക്ഷേ ഇതിനെ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് മറ്റേ സെഗ്മെന്റിലേക്കുള്ള ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് മൈക്കയാണ്. അപ്പോൾ യോക്ക് ഏറ്റവും പുറമേ ഉള്ളത് സ്റ്റേറ്റർ, ഫീൽഡ് സിസ്റ്റം, റോട്ടോറിൽ ആർമേച്ചർ കോർ ആൻഡ് വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ കൺസിസ്റ്റ് ഓഫ്. കമ്മ്യൂട്ടേറ്റർ പണി എന്താ? ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ACയെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് കമ്മ്യൂട്ടേറ്റർ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. ആ ഡിവൈസിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റർ. It consists of number of commutator segments. Which are insulated from each other by thin layers of mica. അപ്പോൾ മൈക്കയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മൈക്കയാണ്. സെഗ്മെന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറാണ്. ഈ ഡിവൈസാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അതാണ് ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു കേട്ടോ. Commutator is built up of copper segments which are insulated from each other by thin layers of mica. സെഗ്മെന്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ മൈക്കയാണ്. ഇതിന്റെ പണി എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ദ AC കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇൻടു എ DC കറണ്ട്. അപ്പോൾ ACയെ DC ആക്കുന്ന ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമതായിട്ട് ബ്രഷസ് ആൻഡ് ബെയറിങ്സ്. ബ്രഷ് ഞാൻ ഇവിടെ കാണിച്ചു, 1 2 3 4 എന്ന് എഴുതി കാണിച്ചു. ഈ കമ്മ്യൂട്ടേറ്ററിൽ കമ്മ്യൂട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന കമ്മ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? DC ആയിരിക്കും. ആ DC നമുക്ക് എവിടേക്ക് എടുക്കണം? എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എടുക്കണം. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറന്റ് കളക്ട് ചെയ്യാൻ ആര് ചെയ്യുന്നത്? ബ്രഷസ് ആർ യൂസ്ഡ് ടു. ഇവിടെ ഇതിന് ഞാൻ 1 2 3 4 ബ്രഷസ് ആർ യൂസ്ഡ് ടു കളക്ട് കറന്റ് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. അല്ലേ? കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറന്റ് കളക്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ബ്രഷുകൾ കാർബൺ ബ്രഷസ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, കാർബൺ ബ്രഷസ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷസ്. അപ്പോൾ എന്താണ് ബ്രഷുകൾ എന്ന് പറയുന്നത്? ബ്രഷസ് ആൻഡ് ബെയറിംഗുകൾ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് ഡിവൈസ്. മെഷീൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണല്ലോ. ബോൾ ബെയറിംഗ്സ് ഓർ റോളർ ബെയറിംഗ്സ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് വെയർ ആൻഡ് ടയർ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോൾ ബെയറിംഗ്സ് അല്ലെങ്കിൽ റോളർ ബെയറിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ബ്രഷസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്. ബ്രഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ഓർ ഗ്രാഫൈറ്റ്. ബ്രഷസ് ആർ ഹൗസ്ഡ് ഇൻ ബ്രഷ് ഹോൾഡേഴ്സ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് AC ഇൻടു DC. കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറന്റ് കളക്ട് ചെയ്യുന്ന ഡിവൈസാണ് ബ്രഷസ് എന്ന് പറയുന്നത്. ബ്രഷസ് ആർ യൂസ്ഡ് ടു കളക്ട് കറന്റ് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ബ്രഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവരും കൂടി പറഞ്ഞ് എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്? കാർബൺ ഓർ ഗ്രാഫൈറ്റ്. ഓക്കെ, ഇനി എന്താണ് ബെയറിംഗുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബെയറിംഗ്സ് ഓർ ബോൾ ബെയറിംഗ്സ് ഓർ റോളർ ബെയറിംഗ്സ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് വെയർ ആൻഡ് ടയർ. അപ്പോൾ 5 പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ട് 7 പാർട്സ് ആണുള്ളത്. അപ്പോൾ യോക്ക്, സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, രണ്ടാമത്തെ റോട്ടോറിലുള്ള ആർമേച്ചർ സിസ്റ്റം, മൂന്നാമത്തെ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ എൻഡ് കണക്ഷൻ കൊടുത്തിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ, അതാണ് ACയെ DC ആക്കുന്നത്. നാലാമത് ആ DC പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനമാണ് ബ്രഷസ്. ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള സംവിധാനമാണ് ബെയറിങ്സ്. 6 ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മെഷീന്റെ ഷാഫ്റ്റ് എന്താ പറയുക, പച്ച മലയാളത്തിൽ വേണമെങ്കിൽ അച്ചുതണ്ട് എന്ന് പറയാം. അച്ചുതണ്ട് എന്നല്ല, ഒരു ദണ്ട് എന്ന് പറയാം.
ഷാഫ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഷാഫ്റ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ മെക്കാനിക്കൽ പവർ ഫ്രം ദ മെഷീൻ ഓർ ടു ദ മെഷീൻ. കാരണം ജനറേറ്റർ ഈസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ അതിലേക്ക് മെക്കാനിക്കൽ എനർജി കൊടുക്കണ്ടേ? അപ്പോൾ ഒരു ജനറേറ്ററിനെ കറക്കാനായിട്ട്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഡിവൈസ് വേണം അല്ലേ? അപ്പോൾ ജനറേറ്ററിനെ വേറൊരു മോട്ടർ വെച്ചിട്ടായിരിക്കും വേറൊരു മോട്ടർ വെച്ചിട്ടായിരിക്കും അതിനെ കറക്കുക, റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ അപ്പോൾ ഇതും ഈ ജനറേറ്ററും വേറൊരു മെഷീൻ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു കപ്ലിംഗ് ഉണ്ടായിരിക്കും. കപ്ലിംഗ് ഷാഫ്റ്റ് വഴിയാണ്. അപ്പോൾ ഷാഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ മെക്കാനിക്കൽ പവർ ഫ്രം ദ മെഷീൻ ഓർ ടു ദ മെഷീൻ. ജനറേറ്ററിലാണെങ്കിൽ ടു ദ മെഷീൻ, മെഷീനിലേക്ക് മെക്കാനിക്കൽ പവർ കൊടുക്കണം, എന്നാലേ അത് ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുള്ളൂ. ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഏതാ? ഇലക്ട്രിക്കൽ പവർ. ജനറേറ്ററിന്റെ ഇൻപുട്ട് ഏതാ? മെക്കാനിക്കൽ പവർ. ആ മെക്കാനിക്കൽ പവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിലൂടെയാ? ഷാഫ്റ്റിലൂടെ. വേറൊരു മെഷീൻ വെച്ചിട്ട് ഇതിലേക്ക് മെക്കാനിക്കൽ പവർ കൊടുക്കുന്നു ഷാഫ്റ്റ് വഴി. അപ്പോൾ ഷാഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ മെക്കാനിക്കൽ പവർ. ഷാഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ മെക്കാനിക്കൽ പവർ ഫ്രം ദ മെഷീൻ ഓർ ടു ദ മെഷീൻ. ഈ പറയുന്ന റൊട്ടേറ്റിംഗ് പാർട്സിൽ ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ കോർ, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ ഇതെല്ലാം ഷാഫ്റ്റിലാണ്. അപ്പോൾ ഷാഫ്റ്റുമാണ് ഇത് കീ ചെയ്തിരിക്കുന്നത്. അതായത് റൊട്ടേറ്റിംഗ് പാർട്സ് ലൈക്ക് ആർമേച്ചർ ആൻഡ് കമ്മ്യൂട്ടേറ്റർ ആർ കീ ടു ദ ഷാഫ്റ്റ്. ഒന്ന് പറഞ്ഞു തരും. റൊട്ടേറ്റിംഗ് പാർട്സ് ലൈക്ക് കമ്മ്യൂട്ടേറ്റർ ആൻഡ് ആർമേച്ചർ ആർ കീഡ് ടു ദ ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റുമാണ് ഇത് കീ ചെയ്തിരിക്കുന്നത്. ഈ ആർമേച്ചറും അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്ററും. ആർമേച്ചറിന്റെ എൻഡ് കണക്ഷൻ എവിടേക്കാണ് വരിക? കമ്മ്യൂട്ടേറ്റർ. ഈ റൊട്ടേറ്റിംഗ് പാർട്സ് ആണ് രണ്ടും. അത് ഏതുമേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഷാഫ്റ്റുമേ. ഇനി അടുത്ത ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ. ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ വിത്ത് എ മാക്സിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത്. ക്ലിയർ? ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് നല്ല ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ ആറാമത്തെ പോയിന്റും പറഞ്ഞു കഴിഞ്ഞു. 7 എയർ ഗ്യാപ്പ്. ഈ ഷാഫ്റ്റ് നമ്മളുടെ ആ ഫിഗറിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഷാഫ്റ്റ് അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അടുത്ത പോയിന്റാണ് എയർ ഗ്യാപ്പ്. എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ്, ഇതാണ് എയർ ഗ്യാപ്പ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതിൽ കാണിച്ചു ഷാഫ്റ്റ് ഒഴികെ. അപ്പോൾ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഷാഫ്റ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ മെക്കാനിക്കൽ പവർ ഫ്രം ദ മെഷീൻ ഓർ ടു ദ മെഷീൻ. മെഷീനിലേക്ക് പവർ കൊടുക്കുക, മെഷീനിൽ നിന്ന് പവർ എടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൈൽഡ് സ്റ്റീൽ. ഷാഫ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ വിച്ച് ഹാസ് മാക്സിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത്. അതിന് മാക്സിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഉണ്ട്. ലാസ്റ്റത്തെ എന്താ? എയർ ഗ്യാപ്പ്. ലാസ്റ്റ് പാർട്ട് ഓഫ് ദ മെഷീൻ. 7 പാർട്ടുകളുടെ 7ാമത്തെ പാർട്ടാണ് എയർ ഗ്യാപ്പ്. Air gap, it is the gap between the stator and rotor which facilitates the proper functioning of the machine. Machine proper ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഈ എയർ ഗ്യാപ്പിന്റെ വർക്കിലൂടെയാണ്. എയർ ഗ്യാപ്പിലൂടെയാണ് ഫ്ലക്സ് കടന്നു പോകണേ. അതായത് the magnetic flux pass through the air gap. So the air gap flux facilitates the proper functioning of the machine. മെഷീനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താ? മെഷീന്റെ വർക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്ററിലുള്ള മാഗ്നറ്റിക് പോൾസ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എയർ ഗ്യാപ്പ് കടന്ന് ആർമേച്ചറിലെത്തും. ആർമേച്ചർ വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ അതിൽ EMF ഉണ്ടാവും. ആ EMF എന്തായിരിക്കും? AC ആയിരിക്കും. അതിനെ എവിടേക്ക് കൊടുക്കും? കമ്മ്യൂട്ടേറ്ററിലേക്ക് കൊടുക്കും. കമ്മ്യൂട്ടേറ്ററിനെ എന്താക്കി മാറ്റും? DC ആക്കി മാറ്റും. കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ട് എടുക്കുന്ന ആരാ? ബ്രഷുകൾ. അത് അതിനെ പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. It is the gap between stator and rotor which facilitates the proper functioning of the machine. അപ്പോൾ എയർ ഗ്യാപ്പിലൂടെയുള്ള ഫ്ലക്സ് ആണ് മെഷീന്റെ പ്രോപ്പർ വർക്കിംഗ് പൂർത്തിയാവണേ. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്ലക്സ് എയർ ഗ്യാപ്പിലൂടെ കടന്ന് ആർമേച്ചറിലെത്തുന്നു. ഈ ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഫ്ലക്സ് കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവുന്നു. ആ EMF എന്താണ്? AC. ആ ACനെ എവിടേക്കാണ് കൊടുക്കണേ? കമ്മ്യൂട്ടേറ്ററിലേക്ക്. കമ്മ്യൂട്ടേറ്റർ ACനെ എന്താക്കിയിട്ടാ മാറ്റുക? DC. ഇങ്ങനെ ആക്കിയിട്ട് DC ആക്കി മാറ്റുമ്പോൾ അവിടെ നിന്ന് ആ DCയെ കളക്ട് ചെയ്യുന്ന ആരാ? ബ്രഷ് എന്നിട്ട് അതിനെ ഇടയ്ക്ക് കൊടുക്കുന്നു, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഏതൊക്കെയാ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ? ഒന്നേതാ? പ്രൊട്ടക്റ്റിംഗ് കവർ, മെഷീന്റെ പ്രൊട്ടക്റ്റിംഗ് കവർ യോക്ക്. രണ്ടേതാ? സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റം, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂന്നേതാ? റോട്ടോറിലുള്ള ആർമേച്ചർ കോർ ആൻഡ് വൈൻഡിങ്. നാലാമത്തേത് ഏതാ? കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷസ്. നാലാമത്തേത് കമ്മ്യൂട്ടേറ്റർ. അഞ്ചാമത്തേത് ബ്രഷസ് ആൻഡ് ബെയറിങ്സ്. ആറാമത്തെ ഷാഫ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്ന? മെക്കാനിക്കൽ പവർ കൊടുക്കാനായിട്ട്. ഏഴാമത്തേന്ന് പറയുന്നത് എയർ ഗ്യാപ്പ്. സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് എയർ ഗ്യാപ്പ്. ദീസ് ആർ ദ മെയിൻ 7 പാർട്സ് ഓഫ് എ DC ജനറേറ്റർ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. 5 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. വെറുതെ പേര് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് അതിനനുസരിച്ചുള്ള മാർക്കേ കിട്ടുള്ളൂ. ഫിഗർ വരയ്ക്കണം. ഒരു 3 മാർക്കിലും കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിഗർ വരയ്ക്കണം. പാർട്സ് എഴുതണം. ഓരോ പാർട്സിൻ്റെ എക്സ്പ്ലനേഷൻ 1, 2, 3 സെൻറ്റൻസിൽ എഴുതണം. മാർക്കിനനുസരിച്ച്. ഐ തിങ്ക് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ. താങ്ക് യു.